നമ്മൾ എത്തിയിരിക്കുന്നത് അടൂർ പറക്കോടാണ്. ദേ ഒരു 6 അടിയുടെ ഈ ഒരു ഡിഷ് ഒന്ന് ട്യൂൺ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നതെന്ന് പറഞ്ഞാൽ പഴയ LMB ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ഫ്രീസിങ്ങും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ സോളിഡിൻ്റെ 5G ഫിൽറ്റർ LMB ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സൈറ്റ് വരുന്നത് നമ്മുടെ അടൂർ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കണ്ടോ, 20 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിഷാണ്. അപ്പോൾ ഇത് എന്തോ ഒരു കംപ്ലയിൻസ് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. സിഗ്നലൊന്നും ഇല്ല, അപ്പോൾ പിക്ചർ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കംപ്ലയിൻസ്. അപ്പോൾ ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. 20 വർഷം പഴക്കമുണ്ട് കേട്ടോ. 6 ഫീറ്റിൻ്റെ ഒരു ഡിഷാണ്. വീടിൻ്റെ മുകളിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ പോയി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഫോക്കൽ പോയിൻ്റൊക്കെ കംപ്ലീറ്റ് പോയി. 3 പോയിട്ട് അവർ രണ്ടാമത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോക്കൽ പോയിൻ്റാണ്. അതുപോലെ അതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. എന്നിട്ടും അത് കെട്ടി വെച്ചിട്ട് ഉപയോഗിക്കുകയാണ്. ഇതുവരെ അതിൻ്റെ സിഗ്നലിന് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾ ഈ ഡിഷ് കണ്ടോ, അദ്ദേഹം അത് പെയിൻ്റൊക്കെ ചെയ്ത് ഏകദേശം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ഒരു ഡിഷ് 20 വർഷമായിട്ടും ഇങ്ങനെ തന്നെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, അടിവശമൊക്കെ നോക്കിയേ, സപ്പോർട്ടൊക്കെ കൊടുത്ത് കെട്ടി വെച്ചിരിക്കുകയാണേ. കണ്ടോ, സ്റ്റാൻഡൊക്കെ ഒരുമാതിരി പോയതാണ്, എന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഷേക്കൊന്നും വരാതിരിക്കാനും കുലുങ്ങാതിരിക്കാനും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പുള്ളിയെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം നശിപ്പിച്ച് കളയാനായിട്ട് എളുപ്പമാണ്, നമുക്കിത് സ്ക്രാപ്പിന് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇതുപോലൊരു സാധനം നമുക്കിപ്പോൾ കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്നറിയോ? അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് നോക്കായിരിക്കും ആ കക്ഷി ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് മലയാളം ചാനലുകൾ ഏകദേശം ഒരു 25ഓളം മലയാളം ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരു നയാ പൈസ വാടക കൊടുക്കാതെ ഇതിനകത്ത് ചാനൽസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ സി ബാൻഡിൻ്റെ ഈ 6 അടി ഡിഷിനകത്ത് നമുക്ക് ഇവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഗോൾഡിൻ്റെ പഴയ ഒരു LMB ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ പോയിൻ്റൊക്കെ അവർ ഒരു എൽ ക്ലാമ്പ്, അതായത് 1 ഇഞ്ചിൻ്റെ എൽ ക്ലാമ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 8 വോൾട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പഴയതൊക്കെ എന്ന് പറഞ്ഞാൽ പൈപ്പ് തുരുമ്പെടുത്ത് പോയതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. അപ്പോൾ ഞാനവിടെ ഒരു സോൾഡിൻ്റെ 5G ഫിൽറ്റർ LMB ആണ് സെറ്റ് ചെയ്യുന്നത്. ഇത് സെറ്റ് ചെയ്ത് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സിഗ്നൽ അതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം അവർക്കൊരു ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ 5Gയുടെ പ്രശ്നങ്ങളോ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ LMB ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പഴയ LMB ഇട്ട് വേണമെങ്കിൽ നമുക്കതൊരു അത്യാവശ്യം ട്യൂൺ ചെയ്ത് എടുക്കാം, പക്ഷേ എന്നാലും അത് ഫ്രീസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ LMB ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോളിഡിൻ്റെ ആണ് ഈ ഒരു LMB കേട്ടോ. ഇൻറ്റർസാറ്റ് 1766 പിടിക്കാനായിട്ട് ഈ ഒരു സോളിഡിൻ്റെ ഈ ഒരു LMB ആണ് നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇത് കണ്ടോ, മറവോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ചില്ല, നല്ല ഫ്രീ ആയിട്ടാണ്. നമ്മൾ ഡിഷൊക്കെ വയ്ക്കുന്നത് മുകളിലേക്ക് ഏകദേശം പടിഞ്ഞാറ് വശത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മറവുകളൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിന് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. 6 അടി ഡിഷ് ആയതുകൊണ്ട് നമുക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എടുക്കുക. പക്ഷേ 8 അടി ആകുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞാലും സിഗ്നൽ ബ്രേക്ക് ആവത്തില്ല. പക്ഷേ 6 അടിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ നമ്മൾ MER ഒക്കെ എടുത്ത് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മഴയാകുമ്പോഴും അത്യാവശ്യം കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, സോൾഡിൻ്റെ നമ്മുടെ ആ ഒരു LMB ഇത് കാണാത്തവർക്കൊക്കെ കണ്ടോണം കേട്ടോ, നമ്മൾ വെച്ചിരിക്കുന്ന പൊസിഷൻ കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത നമ്മുടെ മീറ്ററിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന സിഗ്നലൊക്കെ നിങ്ങൾ കണ്ടോണം. 5150 ആദ്യം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 4024 നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ TP ആണ്. ആ TPയിൽ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിഗ്നൽ 7.7 MER 54% നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കിട്ടുന്ന എത്രയെന്ന് വെച്ചാൽ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 6 അടിയാണ്, പിന്നെ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ ഒരു പരിമിതികളൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈരളിയുടെ TP ഇട്ട് നോക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 65% 9 MER ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ഓരോ TPകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ TPയിലൊക്കെ കിട്ടുന്ന സിഗ്നൽ നിങ്ങളും ഇതുപോലെ ചെക്ക് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ആ എല്ലാ ചാനൽസും നമുക്ക് ചിലപ്പോൾ കിട്ടത്തുള്ളൂ. ചിലപ്പം ഏതെങ്കിലും ഒരു TPയിൽ നമുക്ക് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 38 7200 നമുക്ക് 54% ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ 4006 ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് സഫാരി അങ്ങനെയുള്ള ചാനൽസിൻ്റെയൊക്കെ ആ ഒരു TP ഇത് കണ്ട് 61 7.7 അല്ല 8.4 MER ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് ബാറ്ററിയുടെ കംപ്ലയിൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് കാണിക്കുന്നത്. എന്നാലും എൻ്റെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ട്, ഞാനത് കണക്ട് ചെയ്തിട്ടാണ് മിക്കവാറും ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ 45-ൻ്റെ ഹൊറിസോണലും വെർട്ടിക്കലും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും പ്രസൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മലയാളം ചാനലുകൾ ബ്രേക്ക് ആവാതെ, പ്രായമുള്ളവരൊക്കെയാണ് ഇത് കാണുന്നത് കേട്ടോ. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരൊന്നും ഇങ്ങനെയുള്ള ഡിഷൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഉള്ളവർക്ക് എളുപ്പമാണ് ഇതുപോലെ ചാനലൊക്കെ മാറി കാണാനും. അതുപോലെ തന്നെ മാസം നമുക്ക് റീചാർജ് ചെയ്യാതെ കാണാനുള്ള
ഒരു ക്രേസാണ് കേട്ടോ. സീമാൻഡ് ഡിഷ് ഉപയോഗിക്കുന്ന ഒരു ക്രേസാണ്, അല്ലാതെ നമ്മൾ വേറെ ഒരുപാട് ബെനിഫിറ്റ് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ അപ്പോൾ ഇതുപോലെയൊക്കെ ഡിഷൊക്കെ ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, ഡിഷിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ട്യൂൺ ചെയ്ത് തന്നെ എടുക്കാം. അതുപോലെ റിസീവറോ LMB ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താലും ഞാൻ അതിന് വേണ്ട നിർദ്ദേശം തരും. അതുപോലെ എനിക്ക് കഴിയുന്ന ഒരു ഡിഷാണെന്നുണ്ടെങ്കിൽ ഞാനത് ട്യൂൺ ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വീഡിയോകളൊക്കെ കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഡിഷിൻ്റെ വീഡിയോകൾ കുറേ നാളായിട്ട് ഇടാതിരുന്ന, അപ്പോൾ ഞാൻ വീണ്ടും ഡിഷിൻ്റെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്, മറന്നിട്ടില്ല. ടൈം കുറവുള്ളത് കൊണ്ടാണ്. ഇവർക്ക് എടുത്തിരിക്കുന്ന ആ ഒരു സിഗ്നലും പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കുറച്ച് ചാനൽസ് മാത്രമേ ഞാൻ കാണിക്കുന്നുണ്ട്, എല്ലാം ഒന്നും കാണിക്കുന്നില്ല. അത്യാവശ്യമുള്ള ചാനൽസ് മാത്രമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.